നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ്. ചതയം നക്ഷത്രക്കാരുടെ 2026 വർഷ ഫെബ്രുവരി മാസത്തിലെ 17-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫലങ്ങൾ പറയുമ്പോൾ ഫലങ്ങളെക്കാൾ ഉപരി നമ്മൾ പറയുന്നത് ഈ ദിവസങ്ങളിൽ ഇവർക്ക് വരാൻ സാധ്യത ഉള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് യാത്രകളൊക്കെ വേണ്ടിവരുന്ന ഒരു സമയമാണ്. ഈ യാത്രകളൊക്കെ സഫലമാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. അതിലെല്ലാം പൂർണ്ണ വിജയം ഉണ്ടാവുന്നതാണ്. ഭാവിയിലേക്ക് നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നറുക്കെടുപ്പ് ഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലം മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദ്രവ്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് നിർഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഒരുപാട് കാലം മുമ്പ് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ചില ആനുകൂല്യങ്ങളും സമ്പത്തുമൊക്കെ ഈ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കഠിനമായ ദുഃഖമൊക്കെ മാറി സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ആ ദുഃഖങ്ങളിലൊക്കെ നിങ്ങളെ പഴിച്ചിരുന്ന ആളുകളൊക്കെ അതിൽ പശ്ചാത്തപിക്കുന്നതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം മറ്റുള്ളവര് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ദുഷ്പ്രചരണങ്ങളെല്ലാം വിഫലമായി പോകുന്ന ഒരു സമയമാണ്. മുൻപ് നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലാതെയായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം കൈവരിക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുൻപ് നിങ്ങൾ സ്വന്തം വാക്കുകളിലൊക്കെ നിങ്ങൾക്ക് ദോഷമുണ്ടാകുമെന്നോർത്ത് നിങ്ങളൊന്നും സംസാരിക്കാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഇനിയുമുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ വാക്കുകൾക്കായിട്ട് ആളുകൾ കാതോർക്കുന്ന ഒരു സമയമൊക്കെ വരുന്നതാണ്. എന്ത് സംസാരിച്ചാലും അത് നിങ്ങൾക്ക് എതിരായിട്ട് വരുന്ന കാലഘട്ടമൊക്കെ കഴിയുകയാണ്. ഇപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്കായിട്ട് ആളുകൾ കാതോർക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് പഴികളൊക്കെ കേൾക്കേണ്ടി വന്ന വിദ്യാർത്ഥികള് നിങ്ങൾക്ക് ഏറ്റവും സുവർണ അവസരമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അത് നിങ്ങളുടെ ഭാവിയിലേക്ക് വളരെ വലിയൊരു നേട്ടത്തിനായിട്ട് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. പഠനത്തിലൊക്കെ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൻ വിജയമാണ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന. മറ്റുള്ളവർ പോലും അത്ഭുതപ്പെടുന്ന, അതായത് നിങ്ങളാണോ ഈ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പോലും മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു വിജയമൊക്കെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരു വക ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ സമയങ്ങളിൽ വാഗ്വാദങ്ങളിലൊന്നും ഏർപ്പെടാൻ പോകരുത്. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മളുടെ എനർജി വെറുതെ നമ്മൾ പാഴാക്കി കളയരുത്. നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മളുടെ എനർജി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് തൊഴിലാണോ അല്ലെങ്കിൽ ഏത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മമണ്ഡലം ഏതാണോ അതിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുക. അതിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ആരോഗ്യനിലയൊക്കെ മോശമായിരുന്നവര് ആരോഗ്യനിലയൊക്കെ വീണ്ടെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഭവനമൊക്കെ വാങ്ങുവാനോ അല്ലെങ്കിൽ ഭവനത്തിന് പുതിയ ഭവനം പണിയുവാനുള്ള പ്രാരംഭ നടപടികൾക്കൊക്കെ തുടക്കം കുറിക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും വളരെ നല്ലൊരു സമയമാണ് ഈ ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 17-ാം തീയതി മുതൽ 28-ാം തീയതി വരെ. ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് ഈശ്വരനെയാണോ പ്രാർത്ഥിക്കുന്ന ആ ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ 2 ശനിയാഴ്ചകൾ വരുന്നുണ്ട്, 21ഉം 22. ഈ ശനിയാഴ്ചകളിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഈ അന്നദാനം നടത്തുമ്പോൾ അയാൾ പൂർണ്ണമായിട്ടും ആ അന്നദാനത്തിന് അർഹനാണ് എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഇത് അന്നദാനത്തിന് അർഹനല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ അന്നദാനം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതൊരു പുണ്യപ്രവൃത്തി ആകില്ല. കാരണം അയാൾക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതിയുണ്ട്, പാങ്ങുണ്ട്, അയാൾക്ക് അധ്വാനിച്ച് അത് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അന്നദാനമാവില്ല. നിങ്ങളുടെ ഒരു കർമ്മം തീർക്കുവാനായിട്ട് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ല അന്നദാനമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചതയം നക്ഷത്രക്കാരോട് നമ്മൾക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാം നിങ്ങൾ
വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക, നോക്കിയും കണ്ടും ചെയ്യുക. എല്ലാം പോസിറ്റീവ് എനർജി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.